1959 ഫെബ്രുവരി റഷ്യയിലെ യൂറൽ മലനിരകൾ -30 ഡിഗ്രിയിലധികം തണുപ്പുള്ള ഒരു പ്രദേശം. 9 യുവതലമുറക്കാർ മല കയറാൻ പോകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ എല്ലാവരും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അവരുടെ കൂടാരം അകത്തുനിന്ന് കീറിയിരുന്നു. ചിലർ ചെരുപ്പ് പോലും ധരിച്ചിരുന്നില്ല. അവർ എന്തിനാണ് അങ്ങനെ ഓടിയത്? ആരിൽ നിന്നാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ആ മലകളിൽ മറ്റാരുമില്ലായിരുന്നു. അതോ പ്രകൃതി തന്നെയാണോ അവരുടെ ശത്രുവായത്? ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന, ഇന്നും ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടാത്ത ഡയാറ്റ്ലോ പാസ് ദുരൂഹതയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇന്ന് മുതൽ വ്യത്യസ്തമായ, ലോകത്തെ തിരിഞ്ഞു ചിന്തിപ്പിച്ചിട്ടുള്ള, ലോകത്തിൽ ഇന്നും അപൂർവമായി നിൽക്കുന്ന, ലോകത്തിൽ ഇന്നും അജ്ഞാതമായി നിൽക്കുന്ന, ലോകത്തിന് ഇന്നും പ്രഹേളിയായി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കൂടി നമ്മളെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് നാം ഇന്നു മുതൽ പറക്കുകയാണ്. 59 ജനുവരിയിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ യൂറൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും ബിരുദധാരികളും ചേർന്നൊരു സംഘം കഠിനമായ ഒരു മലകയറ്റ യാത്രയ്ക്ക് തയ്യാറായി. അവരുടെ ലക്ഷ്യം വടക്കൻ യൂറൽ മലനിരകളിലെ മഞ്ഞ് മൂടിയ കൊടിമുടികൾ കീഴടക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൊടിമുടികൾ കീഴടക്കാൻ ഈ സംഘത്തിൻ്റെ നേതാവ് ഇഗോർ ഡയാറ്റ്ലോവ് എന്ന 23 വയസ്സിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അതിൻ്റെ നേതാവ്. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ മലകയറ്റക്കാരനായിരുന്നു. മുമ്പും നിരവധി തവണ മല കയറിയ പരിചയം വെച്ചുകൊണ്ടാണ് അദ്ദേഹം കുറേ യുവ എഞ്ചിനീയർമാരെയും പോളിടെക്നിക്കാരെയും ഈ മല കയറുവാൻ അവസരമുണ്ടാക്കിയത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും നിരവധി സാഹസിക യാത്രകളുടെ അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ സാഹസിക യാത്രകളുടെ അനുഭവമുള്ള ഈ യുവ എഞ്ചിനീയർമാർ, പോളിടെക്നിക്കാർ എങ്ങനെ ആ മഞ്ഞുമലകളിൽ അപ്രത്യക്ഷമായി ഒരാൾ പോലും പുറത്തുനിന്ന് വരാതെ എന്നുള്ളതാണ്. എന്തായാലും അവരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. മഞ്ഞു വീഴ്ചയും കൊടും തണുപ്പും ശക്തമായ കാറ്റും നിറഞ്ഞ പ്രദേശത്തേക്ക് അവർ പോയത്. എന്നിട്ടും അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇഗോർ തൻ്റെ കുടുംബത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മടങ്ങിയെത്തിയാൽ ഉടനെ സന്ദേശം അയക്കും. പക്ഷേ ആ സന്ദേശം ഒരിക്കലും എത്തിയില്ല, ഇന്നും എത്തിയിട്ടില്ല. തലമുറ എത്രയോ കഴിഞ്ഞു. യാത്രയുടെ ആരംഭ ദിവസങ്ങളിൽ എല്ലാം സാധാരണമായി തന്നെയുണ്ടായിരുന്നു. അവർ ഗ്രാമങ്ങൾ പിന്നിട്ട് മഞ്ഞുമലകളിലേക്ക് പ്രവേശിച്ച സുന്ദരമായ നിമിഷങ്ങൾ. വഴിയിലുടനീളം ഫോട്ടോ എടുത്തും ഡയറി എഴുതിയും തമാശകൾ പറഞ്ഞും അവരുടെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു സൂചന പോലും, ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് കാലാവസ്ഥ പെട്ടെന്ന് മോശമാവുകയും ശക്തമായ മഞ്ഞുവീഴ്ച ആരംഭിക്കുകയും വഴി തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ വരികയും അതോടെ അവർ നിശ്ചയിച്ചിരുന്ന ക്യാമ്പിംഗ് സ്ഥലത്ത് എത്താതെ ഒരു മലഞ്ചെരുവിൽ തന്നെ കുടുക്കുകയും ചെയ്തു. അവിടെ ഒരു കൂടാരം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിപ്പോഴും പറയുന്ന കാര്യം ഇന്നും അജ്ഞാതമാണ്. അതിനുശേഷം എത്രയോ അന്വേഷണങ്ങൾ നടന്നു. അവിടുത്തെ ഏജൻസികൾ അന്വേഷിച്ചു, അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിച്ചു. ഇന്നും നിഗൂഢമായി തന്നെ നിൽക്കുന്നു. ആ തീരുമാനം അവരുടെ ജീവിതത്തിൽ അവസാന തീരുമാനമായി മാറുമെന്ന്, ആ ഉണ്ടാക്കിയ കൂടാരം തങ്ങളുടെ മരണക്കൂടാരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഫെബ്രുവരി 12 അവർ തിരിച്ചെത്തേണ്ടിയിരുന്നു. പക്ഷേ അവർ വന്നില്ല. ആദ്യത്തിൽ ആരും തന്നെ വലിയ ആശങ്കയൊന്നും പ്രകടിപ്പിച്ചില്ല. അവർ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നവരായിരിക്കും കൂടുതൽ സ്ഥലങ്ങളിൽ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാലാവസ്ഥ കാരണം യാത്ര വൈകുന്നതാണെന്ന് കരുതി. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിട്ടും ഒരു വിവരവും ലഭിക്കാതായപ്പോൾ രക്ഷാപ്രവർത്തക സംഘത്തെ അയക്കാൻ തീരുമാനിച്ചു. മഞ്ഞുമല അവർ കണ്ട കാഴ്ച ഇന്നും ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. മഞ്ഞിൽ മഹതിലേതെ മൂടിപ്പോയ ഒരു കൂടാരം. പക്ഷെ അതിൻ്റെ തുണി അകത്തുനിന്ന് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ആരോ കീറിയിരിക്കുന്നു. എന്തിനാണ് 9 പരിചയസമ്പന്നരായ മലകയറ്റക്കാർ സ്വന്തം കൂടാരം അകത്തുനിന്ന് കീറിയത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ആരാണ് പുറത്തേക്ക് ഓടിപ്പോയത്? ആ ചോദ്യത്തിൽ ഉത്തരം ഇന്നും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അങ്ങനെ പോകുമ്പോഴാണ് രക്ഷാപ്രവർത്തകർ കൂടാരത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവരുടെ സാധനങ്ങൾ മിക്കതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കട്ടിയുള്ള ജാക്കറ്റുകൾ, ചെരുപ്പുകൾ, ഭക്ഷണം, ക്യാമറകളെല്ലാം ഉപേക്ഷിച്ചത്. പക്ഷേ ഒരു കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി: കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ചിലർ ചെരുപ്പില്ലാതെ നടന്നിരുന്നു, ചിലർ സോക്സ് മാത്രം ധരിച്ചിരുന്നു, ചിലരുടെ കാലിൽ ഒരു ചെരുപ്പ് മാത്രമായിരുന്നു. പുറത്ത് താപനില -30 ഡിഗ്രിക്ക് അടുത്തായിരുന്നു. അത്തരം സാഹചര്യത്തിൽ പരിചയസമ്പന്നരായ മലമേറ്റക്കാർ സ്വമേധയാ ഇങ്ങനെ പുറത്ത് പോകുമോ? വലിയ ചോദ്യമാണ്. ആരാണ് അവരെ പുറത്ത് കൊണ്ടുപോയത്? ആരെങ്കിലും വന്ന് കൊണ്ടുപോയതാണോ? കാൽപ്പാടുകളുടെ എണ്ണം എത്ര? വലിയ ചർച്ചയാണ് നടന്നത്. എന്നാൽ രക്ഷാപ്രവർത്തകർ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയ ദേവദാരു മരത്തിൻ്റെ ചുവട്ടിൽ ആദ്യം 2 മൃതദേഹങ്ങൾ അവർ കണ്ടെത്തി. അവർ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിരുന്നത്. അവർ തീ കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു. മരത്തിൻ്റെ താഴത്തെ കൊമ്പുകൾ ഒടിഞ്ഞു കിടക്കുകയായിരുന്നു.
ഒരുപക്ഷെ ചുറ്റുപാടുകൾ കാണാൻ അവരിൽ ആരെങ്കിലും മരത്തിൽ കയറിയതായിരിക്കാമോ? ഒരുപാട് നിഗൂഢതകൾ, കഥകൾ മെനഞ്ഞു പോകുന്നു. ഉദ്യോഗസ്ഥർക്കും പോയ രക്ഷാപ്രവർത്തകർക്കും ഒന്നും തിരിയാത്ത ഒരു സാഹചര്യം. പക്ഷേ അവസാന നിമിഷം വരെ കൂടാരത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നത്. എന്നാൽ 4 പേരും ഇനിയും കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മാസങ്ങൾക്ക് ശേഷം മഞ്ഞ് ഉരുകിയപ്പോൾ ഒരു ചെറിയ തോടിന് സമീപമുള്ള ആഴമുള്ള മഞ്ഞിനടിയിൽ അവരെയും കണ്ടെത്തി. ഈ 4 പേരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ അന്വേഷണങ്ങൾ കൂടുതൽ ദുരൂഹം. അപ്പോൾ ശരിക്കും മഞ്ഞുമലകളിൽ 30 ഡിഗ്രിക്ക് -30 ഡിഗ്രിയിലുള്ള മഞ്ഞുമലകളിൽ അവർ പുറത്തിറങ്ങി മരിച്ചതാണോ? അങ്ങനെ പുറത്തിറങ്ങുമോ? അങ്ങനെ സഞ്ചരിച്ചു പോയെങ്കിൽ എല്ലാവരും ഒന്നിച്ച് മരിക്കണ്ടേ? പല സ്ഥലങ്ങളിൽ മരിക്കുന്നു, ചിലരിൽ പാടുവരുന്നു, ചിലരുടെ ശരീരത്തിൽ പ്രശ്നങ്ങളില്ല. എന്താണ് ശരിക്കും സംഭവിച്ചത്? തലയോട്ടിയിൽ ഗുരുതരമായ പരുക്കൊണ്ട ഒരാളിന് ആരാണ് അവരെ പരിക്കേറ്റത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇനി കൊണ്ടുപോയ ക്യാപ്റ്റൻ എന്ന് പറയുന്ന നേതാവ് എന്ന് പറയുന്ന ആൾ എല്ലാവരെയും കൊണ്ടുപോയി കൊന്നതാണോ? അതോ ഈ സംഘത്തിന് പുറമെ അവിടെ വേറെ ആളുകൾ വന്നിരുന്നുവോ? എന്നാൽ ചിലരുടെ പുറത്ത് ഒരു മുറിവും കണ്ടിട്ടുമില്ല. മരിച്ച മൃതദേഹത്തിൽ ഒരു മുറിവും കണ്ടിട്ടും. അന്വേഷകർക്ക് വീണ്ടും വളരെ വലിയ ആശങ്കയായി, പ്രതിസന്ധിയായി. കാരണം ഇത് ഓരോന്നും ഓരോ ദുരൂഹതയാണ്. അവസാനം എന്താ സംഭവിച്ചത്? ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു കാര്യങ്ങൾ. ഇതൊരാക്രമണമായിരുന്നോ? യാതൊരു പിടുകയില്ല. മഞ്ഞുമല ഇടിഞ്ഞു വീണതാണോ? അതിനെ സംബന്ധിച്ചും ധാരണയില്ല. മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായോ? അതിൻ്റെ സാധ്യതകളുമില്ല. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോയതുപോലെ ഓരോ കണ്ടെത്തലുകളും ഓരോ രൂപത്തിലാണ് വന്നത്. എന്തായാലും വലിയ കഥയാണ് സംഭവിച്ചത്. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഇന്നും ഇത് ലോകത്തെ വേട്ടയാടുന്ന ഡയാറ്റ്ലോ പാസ് എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. 4 പേരുടെ കണ്ടെത്തിയതോടെ അന്വേഷണം കൂടുതൽ സങ്കീർണമായി. 1959 നടന്ന ഔദ്യോഗിക അന്വേഷണം മലകയറ്റക്കാരുടെ മരണത്തിന് കാരണമായത് അവരെ മറികടക്കാൻ കഴിയാത്തൊരു പ്രകൃതി ശക്തി എന്നായിരുന്നു രേഖപ്പെടുത്തിപ്പോയത്. പക്ഷേ ആ പ്രകൃതി ശക്തി എന്താണെന്ന് റിപ്പോർട്ടിൽ ഇന്നും വ്യക്തമല്ല. അതൊരു പ്രകൃതി ദുരന്തമല്ല, പ്രകൃതി ശക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ആ പ്രകൃതി ശക്തി? അതാണ് വർഷങ്ങളോളം ഈ സംഭവത്തെ ലോകപ്രശസ്ത ദുരൂഹമാക്കി മാറ്റി. കാലക്രമേണ നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. അതിനുശേഷം ലോകത്ത് ചിലർ പറഞ്ഞു ഇതൊരു മഞ്ഞിടിച്ചിലായിരിക്കാം. മറ്റു ചിലർ ശക്തമായ കാറ്റ് മലയുടെ ചരിവിൽ അസാധാരണമായ ശബ്ദതരംഗങ്ങൾ സൃഷ്ടിച്ച് സംഘത്തെ ഭയപ്പെടുത്തിയിരുന്നിരിക്കാം. മറ്റു ചിലരുടെ സൈനിക പരീക്ഷണങ്ങളോ വിശദീകരിക്കാനാവാത്ത മറ്റേതെങ്കിലും സംഭവങ്ങളോ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാമെന്നും അവകാശപ്പെട്ടു. ചുരുക്കത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയില്ല. പിന്നീട് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. ശാസ്ത്രജ്ഞർ ഈ വിഷയം വിട്ടില്ല. അവർ വീണ്ടും ഇത് പഠിക്കാൻ തീരുമാനിച്ചു. ഭൂമിശാസ്ത്രക്കാരും കാലാവസ്ഥക്കാരും മഞ്ഞിൻ്റെ സ്വഭാവം എന്നിവയെല്ലാം പരിശോധിക്കുന്ന സംഘം പോയി പരിശോധിച്ചു. അവർ എത്തിയ ഒരു നിഗമനം ഇതാണ്: കൂടാരം സ്ഥാപിച്ചിരുന്ന ചരിവിൽ ചെറിയ തോതിലുള്ള മഞ്ഞിടിച്ചിൽ ഉണ്ടായിരിക്കാം. അതും ഉണ്ടായിരിക്കാമെന്നാണ്, ഉണ്ടെന്നല്ല, സംഭവിച്ചു എന്നല്ല, സംഭവിച്ചിരിക്കാം. അത് കൂടാരത്തിന് അപകട സാധ്യത സൃഷ്ടിച്ചെന്ന് കരുതി സംഘം അതിവേഗം പുറത്തിറങ്ങിയതായിരിക്കാം. കൊടും തണുപ്പിൽ അവർ പിന്നും വഴിതെറ്റുകയും തീ കത്തിക്കാൻ ശ്രമിക്കുകയും ചിലർ കൂടാരത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കും. ഇതെല്ലാം ഓപ്ഷണലാണ്, ഇതെല്ലാം ഊഹമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവർക്ക് പരുക്ക് പറ്റിയത്, തലയോട്ടിക്കൊക്കെ ഉൾപ്പെടെ ആരാണ് അവരെ പരസ്പരം തല്ലിയത് എന്നുള്ളത് ഇന്നും നിഗൂഢമായി തുടരുന്നു. ഈ വിശദീകരണം പല തെളിവുകളായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതും ചിലതുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും ഉത്തരങ്ങൾ തേടേണ്ട അവസ്ഥയിലാണ് ഇന്നിപ്പോഴും ഗവേഷകർ. അതുകൊണ്ട് തന്നെ ഡയാറ്റ്ലോ പാസ് ദുരൂഹത ഇന്നും ചരിത്രകാരന്മാരുടെയും ശാസ്ത്രകാരന്മാരുടെയും സാഹസിക യാത്രികരുടെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു വിഷയമായി ലോകത്ത് നിൽക്കുന്നു. ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? അതാണ് വളരെ വിഷയം. പ്രകൃതി ചിലപ്പോൾ മനുഷ്യൻ്റെ അനുഭവത്തെയും ആത്മവിശ്വാസത്തെയും മറികടക്കുന്ന ശക്തിയാകാം. പക്ഷെ അത് ചാലക ശക്തിയായി എന്ത് ശക്തിയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ചില ദുരൂഹതകൾക്ക് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ കഴിയുകയുമില്ല എന്നുള്ളതില്ല. അവയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുകയുമില്ല. എന്തായാലും ഡയാറ്റ്ലോ പാസ് എന്ന് പറയുന്ന ചരിത്ര ഏറ്റവും പ്രസിദ്ധമായ ഒരു ദുരൂഹ സംഭവങ്ങളിൽ ഒന്നായി ഇന്നും അത് നിലനിൽക്കുന്നു. 75 വർഷം കഴിയുമ്പോഴും സോവിയറ്റ് റഷ്യയിൽ സംഭവിച്ച ഈ ഒരു ദുരൂഹത ഇപ്പോഴും തെളിവുകൾ ഇല്ലാത്തത് പ്രകാരം ഇത് ദാരുണമായൊരു പ്രകൃതി ദുരന്തമായിരുന്നോ, അതോ ഇത് പൂർണ്ണമായി വിശദീകരിക്കപ്പെടാത്ത മറ്റെന്തെങ്കിലും സംഭവമായിരുന്നോ? ഇന്നും അജ്ഞാതമായി മാനവരാശിക്ക് മുമ്പിൽ നിൽക്കുന്ന ഇങ്ങനെ 10,000-കണക്കിന് ദുരൂഹതകൾ ചേരുന്നതാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി. ഇനി എന്തൊക്കെ ദുരൂഹതകളാണ്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ പ്രകൃതി
ഈ പ്രപഞ്ചം മാനവരാശിക്ക് മുന്നിൽ ശാസ്ത്രത്തിന് പോലും അജ്ഞാതമായി ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് നമുക്ക് തുടർ ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. വരാനിരിതി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ മറ്റേതെങ്കിലും പേരിട്ടോ വിളിക്കുന്നതിനപ്പുറം ഇതിൻ്റെ ശാസ്ത്രം എന്തെന്ന് നമുക്ക് കൂടുതൽ അന്വേഷിക്കാം.